ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പൊ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ വെൽക്കം ഒന്നും ചെയ്യുന്നില്ല, കാരണം വെൽക്കം ഒക്കെ ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ വീണ്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ പ്രഗ്നൻസി കൺഫേം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോസ് ഷോർട്സ് ഒക്കെ ഇട്ടപ്പോൾ കുറെ പേര് ചോദിച്ചു, ചേച്ചി പ്രഗ്നൻസി കൺഫേം ആയപ്പോൾ ചേച്ചിയുടെ ഒരു റിയാക്ഷൻ വീഡിയോ ചേച്ചി എടുത്തായിരുന്നു എന്ന്. ആക്ച്വലി ഞാനത് എടുത്തില്ല, കാരണം ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല. പക്ഷേ വിനുചേട്ടൻ്റെ റിയാക്ഷൻ എടുത്തോന്ന് ചോദിച്ചു, അത് ഞാൻ എടുത്തു. അപ്പോൾ ആ വീഡിയോയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് ചെറിയൊരു ഇൻട്രോ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. ആക്ച്വലി ഇത്തിരി ലേറ്റ് ആയി, ഇപ്പോൾ ഒരു 5th month ആയി. എനിക്ക് 5th month ആയപ്പോഴത്തേക്കാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. ഏകദേശം എല്ലാം ഒന്ന് കൺഫേം ആയി സെറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വരാം. അതുകൂടാതെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞങ്ങളോട് ചോദിക്കാനുണ്ടാവും, കാരണം കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒത്തിരി വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. സോ ഇന്നിപ്പോൾ സൺഡേ ആണ്. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ മൺഡേ മോർണിംഗ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ആസ്ക് മി എ ക്വസ്റ്റ്യൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. റെഗുലർ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കേണ്ട, ലൈക്ക് ചേച്ചി സുഖമാണോ, വീട് എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട. നല്ല സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും. പിന്നെ വീട് എറണാകുളത്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട. പിന്നെ എനിക്കിപ്പോൾ 5th month ആയി. കൂടുതലും ആൾക്കാർ ചോദിക്കുന്ന കാര്യം അതാണ്. ഇപ്പോൾ കറന്റ് എനിക്ക് 5 മാസമായിട്ടുണ്ട്, 5 തീരാറായി, 6ലേക്ക് കടക്കാൻ പോകുന്നു. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ അല്ലാതെ ഞങ്ങളോട് വേറെ കാര്യങ്ങൾ ചോദിക്കാനുള്ളതൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ നോട്ട് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളുടെ ചോദ്യവും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവും വളരെ ജെന്യൂൻ ആയിട്ട് പറയുന്നതാണ്. വേറെന്താ, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും. ബൈ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതൾ എൽസ ഒഫീഷ്യൽ. അപ്പോൾ ഇൻട്രോയിൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കാരണം ഇത് വിനുവിനൊരു സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആണ്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. സർപ്രൈസ് എന്താന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് അങ്ങ് പറയാം. ഉത്തരം പറ. എന്തായിരിക്കും? അപ്പോ അങ്ങനെ ഞങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഒക്ടോബർ മാസമാണ്. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഏകദേശം 2.5 വർഷമായി, 2 വർഷവും 6 മാസമായി. അപ്പം ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നു, നമുക്കൊരു 2 വർഷം കഴിഞ്ഞിട്ട് മതി കുട്ടികളെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. വ്ളോഗൊക്കെ ഇടുമ്പോഴും ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇടുമ്പോഴും ഞങ്ങളത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഒരു പുതിയ വീട് വാങ്ങി, ആ വില്ലയിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വില്ല വാങ്ങി ഇപ്പോൾ ഒരു 2nd month ആയി. വീടും കൂടെ വാങ്ങി കഴിഞ്ഞിട്ട് മതി എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ദൈവം സഹായിച്ച് പ്ലാൻ പോലെ തന്നെ എല്ലാം കൃത്യമായിട്ട് നടന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പോസിറ്റീവാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തല്ല ടെസ്റ്റ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. പോസിറ്റീവായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം കിളി പോയ പോലെ നിന്ന്. അപ്പോൾ വിനുക്കുട്ടി ഇല്ല, അവൻ പുറത്ത് പോയേക്കുവാണ്. അപ്പോൾ ഇപ്പം വരും. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ രാവിലെ തൊട്ട് ആലോചിച്ചു എങ്ങനെ അവൻ ഇതിന് സർപ്രൈസ് കൊടുക്കും. അങ്ങനെ ആലോചിച്ച് ഞാനൊരു അടിപൊളി സാധനം കണ്ടെത്തിയിട്ടുണ്ട്. ഹിഡൻ ക്യാമറയൊക്കെ വെച്ചെടുക്കലൊന്നും നടപടി ആവത്തില്ല. എനിക്ക് ഒന്നാമത്തെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, പിന്നെ എനിക്ക് ആ ഒരു പ്ലാനൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചലഞ്ച് വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് അവനെ ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചലഞ്ചായിട്ട് ചെയ്തിട്ട് ഇതങ്ങ് റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്ത് ചലഞ്ചാണെന്നുള്ളത് ഇപ്പോൾ വിനു വരുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ അവരോട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് കാണാം. 2 hours later. വിനു വായോ, കേറി വാ. വാ, നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോവാണേ. എന്തോ അത് ഞാൻ പറഞ്ഞുതരാം. മൈക്ക് വെച്ചോ. കുളിച്ചിട്ട് വന്നാൽ മതി, പോയാൽ മതി. ഇത് കാണാൻ നല്ല ചുഞ്ചരനായിട്ടുണ്ട്. എന്തിനാ കുളിക്കുന്നേ? പുറത്ത് വെയിലായിരുന്നുള്ളൂ. ചായ കുടിച്ചില്ലേ? കുടിച്ചു. മതി, കിടക്കാച്ചി ഫ്രഷ്. താൻ നിന്ന് വിയർക്കുവാണല്ലോ. അത് ഞാൻ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് വെയിലത്ത് പോയാണല്ലേ. ഓക്കെ, അപ്പൊ ചലഞ്ച് എന്താന്ന് ഞാൻ പറയാം. സബ്സ്ക്രൈബേഴ്സിനും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, അപ്പൊ പറയാൻ പോവാണ്. നമ്മളിങ്ങനെ കുറെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് ഈ പേപ്പർ തിന്നണ്ട ചലഞ്ച്. അതിന് മുമ്പായിട്ട് ഷർട്ട് ഊരി ഷർട്ട് ഊരി ക്യാമറ ഓഫ് ചെയ്തിട്ട് അതല്ല, പിന്നെ ഈ ചലഞ്ച് ഇടയ്ക്ക് ഷർട്ട് ഊരണം. ഊരി
ഊരി ഊരി എന്തോ ഊളത്തരമായിട്ട് എന്തോ പറ്റിക്കുന്ന പരിപാടിയാണ്. ഊരിക്കോ. എൻ്റെ പൊടി എൻ്റെ ഫുൾ ഫിഗർ. ഉള്ളിൽ വല്ലതും ഉണ്ടോടേ? ഭാഗ്യം. വീട്ടി വെട്ടുന്നു. അപ്പൊ ചലഞ്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേപ്പർ ഞാൻ നിന്നെ മുഖത്തൊട്ടിക്കും. ഒട്ടിക്കൂ? ആ, എന്നിട്ട് ഒരു പേപ്പർ മതലയിൽ ഒട്ടിക്കും, ഒരു പേപ്പർ നിന്റെ മുഖത്തൊട്ടിക്കും. എന്നിട്ട് ഞാൻ നിന്റെ മുഖത്തൊരു വാക്ക് എഴുതും, 1-2 വാക്ക്. ആ വാക്ക് എന്താന്ന് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ട് നീ ചുമരയിൽ ഒട്ടിച്ചേക്കുന്ന പേപ്പറിൽ എഴുതണം. മനസ്സിലായോ? മനസ്സിലായി. അതായത് ഇവിടെ ഒട്ടിച്ചേ. നമ്മുടെ അടുത്ത പ്ലേ ബട്ടൺ വരുമ്പോ ഇവിടെ വെക്കാനുള്ളതാ. ഓക്കെ, ഇവിടെ നീ എഴുതണം. എന്നാ പേന നീ ഒരെണ്ണം നിന്റെ മുഖത്ത്. അത് ആ വാക്ക് കറക്റ്റായിട്ട് ഞാൻ എഴുതുന്ന വാക്ക് എന്തുവാന്ന് വിനുക്കുട്ട ഗസ് ചെയ്യുവാണെങ്കിൽ ഒരു 5-6 ചാൻസ് ഞാൻ തരാം. 6 ചാൻസ് കൂടിപ്പോയ 3. അല്ല കുറവാ, 6 കൂട്ടി പറ. 3-നും 6-നും ഇടക്ക് നിൽക്കുന്ന 4 ചാൻസ് കൊടുക്കാം. 5 പറഞ്ഞാൽ മതി. ആ 4 ചാൻസിൽ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യുവാണെങ്കിൽ വിനുക്കുട്ടക്ക് ഒരു വലിയ സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ തരും. ആട്ടുതുപ്പായിരിക്കും. ആട്ട സൂപ്പൊന്നും അല്ല, പോരട്ട്. ഹ്യൂജ് ഗിഫ്റ്റ്. തിരി. ഓ പൊട്ടിച്ച്. ഓക്കെ, എഴുതുന്നത് അറിയാൻ പറ്റുന്നുണ്ടോ നോക്കി, സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അറിയാം. എഴുത്. ഓക്കെ, ഒരു മിനിറ്റ്, ക്യാമറ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കട്ടെ. എഴുതാൻ പോവാന്നേ. ഫസ്റ്റത്തെ ലെറ്റർ എഴുതുക. ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഓക്കെ, എഴുത്. എഴുതിയാ? എഴുതിയോ? ഞാൻ അതും കൂടെ ഒന്ന് കടുപ്പിച്ച് എഴുതുവാണ് എന്റെ മണ്ടക്കൂടെ. ഓക്കെ, അപ്പൊ നീയും കടുപ്പിച്ച് എഴുതിക്കോ. കടുപ്പിച്ച് സെറ്റ്. ഓക്കെ, ലാ. ഇംഗ്ലീഷിൽ ലായോ? ഒന്നുകൂടെ എഴുതണോ? ഒന്ന് എഴുതിക്കൊന്ന്. ഇംഗ്ലീഷ് ആണ്. എല്ല് പിന്നെ എല്ല് പിന്നെ എന്തോ പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? രണ്ട് കുന്നാണോ താൻ വരച്ചത്? അത് ഞാൻ പറയത്തില്ല. എം ആണോ ഉദ്ദേശിച്ചത്? ആടെ ഞാൻ എല്ലാം പറഞ്ഞു തരാം നിനക്ക്. ഓക്കെ. ഓക്കെ, ലം ലിം എല്ലാം. ഓക്കെ, LMD. ഞാൻ അവിടെ ആന്ന് രമണ എഴുതിയേ. അതെനിക്കറിയാൻ പാടില്ല. ഞാൻ താഴെ എഴുതുന്നില്ലെങ്കിൽ ഇത്ര നേരം ഞാൻ മുകളിൽ എഴുതിയേ, ഇപ്പൊ ഞാൻ താഴെ എഴുതിയേ. ശരി, ഓക്കെ. എന്നാ ഇത് വെട്ടിയിട്ട് ഞാൻ താഴോട്ട് എഴുതാം. ഓക്കെ. ഐ ആം ഡി. ഐ ആം ഡോങ്കി തന്റെ പേര്. ഓ, അടുത്തൊരു ദുഷ്ട തന്നെ നോക്കി. ബാക്കി എഴുതട്ടെ. എഴുത്. ഡ്രാ. മറ്റേ 6. I am drunk. നവനാൽ കാലി ഡ്രങ്ക് അമ്മനിട്ട് കാലി അടിച്ചു പൂസ് മലയാളി. അടുത്ത എഴുതുവാണേ. ഓക്കെ, എന്റെ മൊത്തം ക്യാപിറ്റൽ ആണ് എഴുതുന്നത്. കുഴപ്പമില്ല. അടുത്തത് ഡ്രിഗ്. ഡ്രിഗ. ഐ ആം ഡ്രിഗ. ഐ ആം ഡ്രിഗായ. അടുത്തത് ഡ്രിഗാൻ. എന്തോടത്? സ്റ്റാർ വാർസിലെ വില്ലനെ കൂട്ടുണ്ടല്ലോ. വീണ്ടും എന്നാ? ലാസ്റ്റ്. ഓക്കെ,
ആ ടി സിമ്പിൾ. അത് ടി. ഐ ആം ഡ്രിഗനന്റ്. ഐ ആം ഡ്രിഗാനന്റ്. ഐ ആം ഡ്രിഗാനന്റാ. ഓക്കെ ഗായ്സ്, അങ്ങനെ വളരെ വിദഗ്ധമായി മോനെ എഴുതിയത് എടുത്തേ. ലംഡ്രഗന്റ് അല്ല. ഐ ആം ഡ്രിഗാനന്റ്. ഏത് ഭാഷയുടെ ഇത്? കിലുക്കി ഭാഷയാ. താൻ എഴുതി ഐ ആം ഡ്രിഗാനന്റ് എന്ന്. ഐ ആം ഡ്രിഗന്റ് ആ ഡ്രിഗന്റ് എന്നുവെച്ചാ വട്ടാന്ന്. ഇംഗ്ലീഷ് വലിയ കുട്ടിക്ക് വലിയ നോളജ് ഇല്ല, വിട്ടുകളാ. സിറിനോട് ചോദിക്കാം എന്തുവാ സിറി ചൊറി. പിന്നെ അപ്പോ ഐ ആം ഡ്രിഗാനന്റ്, ഐ ആം ഡ്രിഗാനന്റ് എന്ന് എഴുതി. ഹേയ് സിറി. To do that, you'll need to be online. നെറ്റ് ഓഫ് ചെയ്തിട്ട് ഓണാക്കി കണ്ടോണാക്കി. ഹേയ് സിറി. Hello. ഹലോ. റീഡ് ദിസ്. അടിക്ക് പിടിച്ചാ അനങ്ങുന്നില്ലല്ലോ. എന്റെ എഴുത്ത് കണ്ട് ഞെട്ടിപ്പോയി സിറി. എന്റെ എഴുത്ത് കണ്ട് സിറി വിജൃംഭിച്ചു പോയി. സിറി ഒന്നും തിരിച്ചു പറയുന്നില്ലല്ലോ. നടപടി ആവത്തില്ല. ഒന്നാമതേ ഇടി വെട്ടുന്നുണ്ട്. ഇവനെ ഉച്ച മുതൽ ഞാൻ വിളിക്കുക. വൈകുന്നേരം കയറി വന്നേക്കുന്നത്. നല്ല ഇടിവെട്ടുണ്ട്. ഇപ്പൊ തന്നെ മഴ പെയ്ത് കറണ്ടും പോകും. അതുകൊണ്ട് നമുക്ക് ഇനി ഉണ്ടോല്ലോ. ഇനിയുണ്ട്. നമുക്ക് റിവീൽ ചെയ്യണ്ട എന്തുവാന്ന്. ആ പറ. തട്ടിക്കോ. എന്തുവാ കൊച്ചെഴുതിയ കാണിച്ചേ. ഐ ആം ഡ്രിഗാന്റ്. ഡ്രിഗാന്റ്. അതെ, ഐ ആം ഡ്രിഗൻ. അതായത് ഞാൻ താൻ ഡ്രിഗാന്റാന്ന്. അതെ, ഞാൻ അതാണ്. ശരിക്കും ഞാൻ അതല്ല. ശരിക്കും ഞാൻ ഐ ആം ഡ്രഗ് അഡിക്റ്റ് എന്ന ഉദ്ദേശമാണ്. പൂക്കൃത്തരം പറയുന്നോടാ. അല്ല, പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും അവന്റെ കോപ്പ്. എന്റെ അക്ഷരങ്ങൾ ഇത്രയും ഗതി കേട്ട ആരെങ്കിലും വേറെ ഉണ്ടോടെ? എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. സാറിന്റെ മാസ്മരി എഴുത്തുനിന്ന് കാണിച്ച് ഐ ആം ഡ്രിഗാനണ്ടെന്ന് ഉറപ്പാണ്. മിക്കവാറും ഐ ആം ഡ്രിഗാന്ന് വരെ ഉണ്ടാവും. അത് ബാക്കി എത്തിപ്പോയി കാണും. ഇന്നാ സാറിന്റെ രാജിക്കത്ത് പോവാടാ. അപ്പൊ ചാനലിനോട് എന്റെ മൊത്തം എന്റെ പേര് കേട്ടോ. എല്ലാവർക്കും ഇനി നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. இந்த மாதிரி ചാളി വീഡിയോസ് എല്ലാം ഞാൻ பண்ண மாட்டேன். അമ്മമാരുടെ ഡ്രിഗാനണ്ടാകുമ്പ തിരിഞ്ഞുപോയി. I am ഇതാണോടാ നീ ഡ്രഗ് അഡിക്റ്റ് എന്നൊക്കെ പറഞ്ഞത്? നമ്മുടെ കൊച്ചു പുറത്തു വന്നു കഴിഞ്ഞ് ഈ വീഡിയോ കണ്ടാൽ നിന്നെ തല്ലിക്കൊല്ലും. എന്തോ അടിക്ക് പിടിച്ചോ? സത്യം. സത്യം. അയ്യോ, ഇങ്ങനൊക്കെ ഞാൻ പ്രാങ്ക് ചെയ്യുമോ? എന്താടാ നീ എന്നെ പറ്റി അങ്ങനെയാണോ വിചാരിച്ചേക്കുന്നത്? ചീമ അങ്ങനെ പയ്യോ? എന്ത് ചുറ്റി കവിളൊക്കെ ചുവന്നു വരുന്നുണ്ടല്ലോ. ബാക്കിയുള്ളവരൊക്കെ വീഡിയോ എടുക്കുമ്പോ ബ്ലഷ് ഒക്കെ ഇട്ടിട്ടാ ചുമപ്പിക്കുന്നത്. ഇവർ കൂടെ നാച്ചുറൽ ആയിട്ട് ചുമക്കുന്നു. എന്തുവാ ചിരിക്കുന്നേ? എന്തുവാ കൊച്ചെന്ത് ചിരിക്കുന്നേ? നോക്ക്, ചിലമക്ക് ഓൾറെഡി കുറച്ച് കുടവയറുണ്ടേ. അതുകൊണ്ട് സത്യം കേട്ടോ, സത്യം കേട്ടോ. പൂഞ്ഞു എന്തുവാ നമുക്ക് എനിക്ക് കുറച്ച് എന്റേതായ മൊമെന്റ് വേണം. അപ്പൊ സത്യമായിട്ടു കിട്ടത്തില്ല. ക്യാമറയിൽ ഔട്ടായി. കുഴപ്പമില്ല. പിന്നെ നമുക്ക് ക്യാമറ കാര്യം പറയാം. അതൊക്കെ വാ ഫ്രണ്ട് വാ വന്നു. എന്തൊരു ചമ്മല്. ചമ്മലൊന്നുമില്ല. എന്ത് ചമ്മല്? ഇവനൊന്നും മിണ്ടുന്നില്ല. ഇവനിങ്ങനെ പതുക്കെ നിൽക്കുന്നുണ്ട്. എന്തോ പതുക്കെ ചാടല്ലോ. എങ്ങനെ
എന്താ ഇന്നലെ ഒരു വീഡിയോ എടുത്ത് ഓർക്കണ്ട, ഇന്നലെ അല്ല മിനിഞ്ഞാന്ന്. ഗായ്സ്, നിങ്ങളിപ്പോ ഈ വീഡിയോ എന്തായാലും നമ്മളൊരു 4 മാസം കഴിഞ്ഞിട്ടൊക്കെ ഇടത്തുള്ളായിരിക്കും. മിനിഞ്ഞാന്നാട്ടോ ഒരു വീഡിയോ എടുത്തത്. ഇവിടെ സൈഡിൽ കാണിച്ചു തരാം വീഡിയോ. ജെനീലിയയുടെ ഹസ്ബൻഡ് ഇങ്ങനെ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി കയറുമ്പോൾ ജെനീലിയ അവാർഡ് കൊടുക്കുമ്പോൾ പുള്ളിക്കാരൻ ജെനീലിയുടെ കാല് വീഴുന്നത്. അപ്പൊ ഇതുപോലെ ചെയ്യടാന്ന് പറയുമ്പോൾ ഇവനിങ്ങനെ തലകുത്തി തീർത്തിട്ട് കാല് തൊട്ട് വീഴുന്നൊരു സാധനം മിനിഞ്ഞാന്നായിരുന്നു തന്നെ തലകുത്തി തീർത്തിയതാണ്. എന്നിട്ട് ഇപ്പൊ പതുക്കിയത് അതന്നല്ലേ, ഇതിപ്പോ ഇന്നല്ലേ. അന്ത കാലം സിനിമ അതൊക്കെ കാട്ടിലെ പോച്ച്. ഇനിയുള്ളത് ഇനി ഞങ്ങള് കാട്ടിൽ പോകാൻ പാടില്ല. എന്റെ ദൈവമേ, സന്തോഷമായോ? ഹാപ്പിയായോ? ചെലവെന്തി ഇനി അങ്ങ് മൊത്തത്തിൽ എന്നോട് ചെലവ് കൊള്ളാം. സ്നേഹം ഇച്ചിരി കൂടിയിട്ടുണ്ട്, മുതലാക്കണം. മീനുക്കുട്ടേ, இந்த மாதிரி നിക്കറ കീറിയ ചിരി ഇവിടെ ചിരിക്ക കൂടാതെ. എന്റെ ചിരി അങ്ങനത്തെ ചിരിയാണ്, ഞാൻ പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്ന ചിരിയല്ല. കൊച്ചിനും എന്റെ പോലെ തന്നെ ചിരി വരട്ടെ ഞാൻ ആശംസിക്കുന്നു. ഞാനും കൊച്ചും കൂടെ അല്ല, എനിക്ക് ഓൾറെഡി ഞാൻ ഫുഡ് വളരെ കുറച്ച് കഴിക്കാറുള്ളൂ, ഒരുപാട് എക്സസൈസ് ചെയ്യാറുള്ളതുകൊണ്ട് എനിക്ക് തീരെ കൊടുവയറില്ല. എനിക്ക് ഭയങ്കര കൊടുവയറാണ് ഗൈസ്. ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ, എനിക്ക് ഇങ്ങനെ തള്ളി പിടിച്ചോണ്ട് നടക്കാം. അപ്പോ അടങ്ങി നിന്ന് ചെയ്യടോ. ഞാൻ അടങ്ങിയാ നിക്കുന്നേ, ഇതൊന്നും കുഴപ്പമില്ല. ഡിസ്കോ കളിച്ചൊക്കെ പോണത് പോന്നു പിന്നെ ഇവിടെ നിക്കറത് പറഞ്ഞല്ലേ. ഇനിയിപ്പോ ഇപ്പൊ ഓൾറെഡി സമയം 4:45. ഒന്ന് ബ്ലഡ് ടെസ്റ്റും കൂടെ എടുക്കണം, കാരണം ഇത് വെച്ച് മാത്രം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. സോ ഞങ്ങളൊന്ന് ആക്ച്വലി ബ്ലഡിൽ HCG ലെവൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് യൂറിനിൽ വരുന്നത്. എന്നാലും ഒന്ന് ബ്ലഡും കൂടെ പോയി ടെസ്റ്റ് ചെയ്യണം. നമുക്ക് ഈ സ്ട്രിപ്സ് നമുക്ക് അധികം വിശ്വസിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പൊ ബ്ലഡും കൂടെ ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഡോക്ടറെ പോയി കാണണം. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയും, എങ്ങനെയാണ് എന്താണ്. കുറെ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഡബിൾ മാർക്ക് വന്നെന്ന് വെച്ചിട്ട് അത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. സാധാരണ എല്ലാവരും പറയുന്ന ഒരു 3 months കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ അപ്പോഴത്തേക്കേ വീഡിയോ ഇടുള്ളൂ. പക്ഷേ 3 മാസം വരെ ഇവനോട് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇനിയിപ്പോൾ ആരോടൊക്കെ പറയണം, ഇഷ്ടംപോലെ ആൾക്കാരോട് പറയാനുണ്ടല്ലേ. പറയണം, അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം. നമുക്ക് ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു സ്കാനും കൂടെ എടുക്കണം. പ്രഗ്നൻസി കറക്റ്റ് യൂട്രസിൽ തന്നെ ആണോ. വിനുക്കുട്ടിയോട് നേരത്തെ ഞാൻ അതൊക്കെ പറഞ്ഞപ്പോൾ ഇവന് ടെൻഷൻ, അങ്ങനെ വരുമോ, ട്യൂബിൽ പ്രഗ്നൻസി വരുമോ. ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒരുപാട് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. കറക്റ്റ് യൂട്രസിലാണോ, കറക്റ്റ് ആണോ, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു 3 മാസം കഴിഞ്ഞിട്ടേ നമുക്കത് കറക്റ്റായിട്ട് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. നീ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവരുതിട്ട് വിൻകുട്ടെ. ഇല്ല, ഈ മോന്ത മാറ്റാതെ ഇവ നോക്കി എന്ത് എനിക്ക് വയ്യ. നീ എന്തെങ്കിലും ചിരിച്ചോണ്ടിരിക്കുന്നേ? ചിരി വന്നോണ്ട് എന്താ ചിരിക്കാൻ പാടില്ല? എന്ത് നിയമം, എന്ത് രാജ പറഞ്ഞു ചിരിക്കും? ഞാൻ ചിരിക്കും. എന്ത് എന്റെ മുഖം, എന്റെ ചുണ്ടി, ഞാൻ ചിരിക്കും. എന്നൊക്കെയാ ചിരിക്കുന്നേ? തന്റെ മുഖത്ത് ഒരു കോമാളി ലുക്കുണ്ട്. ഓക്കെ, അപ്പൊ എന്നാ പിന്നെ ഞങ്ങൾ വൈകാതെ പോയിട്ട് വരട്ടെ. നല്ല ഇടിയോട്ട് മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പോയിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യും അല്ലേ. സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അതിനകത്ത്. ആദ്യം യൂട്രസിൽ ഭയങ്കര ചെറുതായിട്ടൊക്കെ ആയിരിക്കും. ഞാൻ കുറേ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ട്. കാരണം ഇവനെ ഞാനൊരു 1:30 ആയപ്പോൾ വിളിച്ചിട്ട് ഇവൻ വർക്കുണ്ടായിരുന്നു. 4 മണിയാണ് 3:30 കണ്ടായപ്പോൾ എത്തിയേ. സോ അതുവരെ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി ഇപ്പം തന്നെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇനി ബാക്കി അടുത്ത അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതുവരെ ബൈ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ എന്താ ചെയ്യുക? ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങളുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേറെ ആരും വരത്തില്ലല്ലോ. സോ അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുക. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ ബൈ. ടെസ്റ്റ് ചെയ്യുക. ചിരിക്കാതിരിക്കണം. എനിക്ക് എന്ത് കഷ്ടമായത്. ടെസ്റ്റ് ചെയ്യാം. നീ അടങ്ങി പതുക്കെ കടന്നു വാ. ദീപ്പോ അങ്ങനെ പോട്ടെ, അങ്ങനെ അങ്ങ് പോട്ടെ. ഇതിപ്പോൾ 3 മാസത്തെ അനങ്ങാൻ പാടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഒട്ടും അനങ്ങാൻ പാടില്ല. ശരി, ഇപ്പത്തേക്കും വയറൊക്കെ വെക്കൂല.